നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് ലഭിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാമത്തെ വയസ്സിലാണ് നബുവത്ത് ലഭിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അവതീർണമാവുകയാണ് പ്രവാചകനിലേക്ക്. വഅൻദിർ അശീറതകൽ അഖറബീൻ, നിങ്ങൾ നിങ്ങളുടേതാകുന്ന ഏറ്റവും അടുത്ത കുടുംബക്കാരോട് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണേ, നരകത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കണേ. അവർ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞു പോവുകയാണ്. കല്ലുകുടിച്ചുകൊണ്ട് വിചരിച്ചുകൊണ്ട് മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും ശരീരവും കൊണ്ടുപോയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരെ എത്രയും വേഗം വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുക്കണേ, നരകത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് അവർക്ക് നൽകണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഫയുടെ കുന്നിലേക്ക് കയറുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ പരിസരത്തുള്ള സഫയുടെ കുന്നിലേക്ക് റസൂലുള്ള കയറുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട കുടുംബാദികളെ വിളിക്കുകയാണ്. യാ ബനൂ ഫിഹ്ർ വയാ ബനൂ അദിയ, അല്ലയോ അദിയ ഗോത്രമേ, ഫിഹ്ർ ഗോത്രമേ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് കടന്നു വരിക. നിങ്ങളെല്ലാവരും ഈ പർവ്വതത്തിന്റെ ചാരി ഒരുമിച്ച് ഉടനെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അവർക്കിടയിൽ അൽ അമീനാണ്, സത്യസന്ധനാണ്. സത്യസന്ധൻ എന്ന് വിളിപ്പേരുള്ള പ്രവാചകരുടെ ചാരത്തേക്ക് എല്ലാ കുടുംബാദികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരോടായി ചോദിക്കുകയാണ്, ഞാൻ ഈ നിൽക്കുന്ന മലയുടേതാകുന്ന പിന്നിലൂടെ ഒരു വലിയ സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ കടന്നു വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമോ? എന്നെ കൊണ്ട് വിശ്വസിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ സഹാബത്ത് മുഴുവനും അവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന പ്രവാചകരുടെ പ്രിയപ്പെട്ട കുടുംബാദികൾ ഒന്നടങ്കം എല്ലാവരും പറയുകയാണ്, മുഹമ്മദേ, നീ അൽ അമീനാണ്, സത്യസന്ധനാണ്, നീ ഒരിക്കലും കളവ് പറയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു സൈന്യം ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് നീ പറഞ്ഞാൽ ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കും കേട്ടോ, ഞങ്ങൾ പരിപൂർണമായി അംഗീകരിക്കും കേട്ടോ. എല്ലാവരും സമ്മതം മൂളി നിൽക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് പറയുകയാണ്, എന്നാൽ അൽ അമീൻ എന്ന വിളിപ്പേരുള്ളതാകുന്ന ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഒരു സത്യം നിങ്ങളോട് പറയാനാണ് ഒരുമിച്ച് കൂട്ടിയത്. അള്ളാഹുവിന്റെ ദൂതരായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ഇന്നലെ വരെ നിങ്ങളോടൊപ്പം നിലകൊണ്ടതാകുന്ന അൽ അമീൻ എന്നുള്ളതാകുന്ന ഈ മുഹമ്മദ്, ഞാനിതാ പ്രവാചകത്വത്തിന്റെ ദൗത്യത്തിലേക്ക് അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. കുടുംബക്കാരാകുന്ന നിങ്ങളോട് അള്ളാഹുവിനെ കുറിച്ച് അറിയിപ്പ് നൽകാനാണ് ഞാനിതാ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ ഒരു കൊണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരായി നിങ്ങളിൽ ഒരാളും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൽ വിശ്വസിക്കണേ, ബിംബാരാധകരാകരുതേ, ഏകദൈവ വിശ്വാസത്തിൽ പുൽകണേ. അവരെ ഏകദൈവ വിശ്വാസത്തിലേക്ക്, വഹ്ദാനിയത്തിലേക്ക് ക്ഷണിച്ചപ്പോ ലോകത്താദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സമുദായത്തോട് വഹ്ദാനിയത്തിൻ്റെതാകുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെതാകുന്ന അകപ്പൊരുകളെ കുറിച്ച് പറഞ്ഞപ്പോ സ്വന്തം കുടുംബത്തിൽ തന്നെ പരിവർത്തനം ഉണ്ടാകുമെന്ന് ആശിച്ചതാകുന്ന പ്രവാചകർക്ക് മുമ്പാകെ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആരെന്നറിയുമോ? അബൂലഹബാണ്. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ജ്യേഷ്ഠനാണ്, മൂത്താപ്പയാണ്, അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. അബൂലഹബ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, തബ്ബല്ലക യാ മുഹമ്മദൂ, തബ്ബല്ലക യാ മുഹമ്മദൂ, മുഹമ്മദേ നിനക്ക് നാശമാണ്, നിന്റെ കരങ്ങൾ നശിക്കട്ടെ. അലിഹാദാ ജമഅതന, ഇത് പറയാനാണോ ഞങ്ങളുടെ വിലപിടിപ്പുള്ള സമയം മാറ്റിവെച്ചിട്ട് ഞങ്ങളെ ഇതിലേക്ക് ഒരുമിച്ച് കൂട്ടിയത്? ഞങ്ങളെ തിരക്കുള്ള ബിസിനസ്സുകാരല്ലേ, എന്തിനാണ് ഞങ്ങളെ ഇത് പറയാനാണോ വിളിച്ചത്? ഏകദൈവ വിശ്വാസത്തിന്റെ അകപ്പറുകൾ തന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് പരിപൂർണമായി പകർന്നു കൊടുക്കാൻ കുടുംബങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആനിന്റെ കൽപ്പനകൾ ശിരസാവഹി
വഹിച്ചുകൊണ്ട് പ്രബോധനം നടത്തിയപ്പോ കുടുംബത്തിൽ നിന്ന് ഏറ്റവും വലിയ കയ്പ് നീരുണ്ടാവുകയാണ്. എഴുന്നേറ്റുകൊണ്ട് പറയുന്നതോ സ്വന്തം മൂത്താപ്പയാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ചരിത്രരേഖയിലെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അദ്ദേഹം കുനിഞ്ഞിട്ടൊരു പാറക്കല്ലിന്റെ ചീള് കയ്യിലെടുത്തിട്ട് റസൂലുള്ളാഹിയെ എറിയുന്നത് പോലെ കാണിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നേരെ എറിയുന്നത് പോലെ കാണിക്കുകയാണ്. ഫനസല ജിബ്രീൽ, സെക്കൻഡ് ബൈ സെക്കൻഡിൽ അതാ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഈ പ്രവാചകരെ കുറിച്ചാണോ നിങ്ങൾ മോശത്തരം പറയുന്നത്? ആ പ്രവാചകർ ഈ ലോകത്തേക്ക് കടന്നു വന്നത് കാരുണ്യമായിട്ടല്ലേ? എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത്? എന്തിനാണ് ആ പ്രവാചകരെ കൊല്ലാൻ കയ്യിലേക്ക് നിങ്ങൾ ഇതാ ചീലെടുത്തത്? എന്തിനാണ് കല്ലിന്റെ പാറക്കല്ലിന്റെ ചീലെടുത്തത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കരങ്ങൾ നശിക്കട്ടെ എന്ന് പറഞ്ഞതാകുന്ന അബൂലഹബിനെതിരെ ഇതാ ഖുർആനിന്റെ വചനം ഇറങ്ങുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ, പ്രവാചകരെ എറിയാൻ കല്ലെടുത്തതാകുന്ന അബൂലഹബേ, നിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. നശിക്കട്ടെ എന്ന് മാത്രമല്ല, വതബ്ബ, നശിച്ചിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് അബൂലഹബിന്റെ ജീവിതത്തിൽ ഉയർച്ചയില്ല. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബേ, നീ നിന്റെ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സമ്പാദ്യം നിനക്കൊരിക്കലും തന്നെ ഉപകാരപ്പെടുകയില്ല. മക്കയിലെ ധനികരുടെ കൂട്ടത്തിലെ പ്രധാനിയായിരുന്നു അന്നത്തെ അബൂലഹബ്. വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ്. മക്കളാകുന്ന ഉത്തുബത്തുണ്ട്, തന്നെ എതിർക്കാൻ ആരുമില്ല. സന്താനങ്ങൾ ധാരാളമാണ്, സന്താന ബലമുണ്ട്, സാമ്പത്തികമാകുന്ന ബലമുണ്ട്. തന്നെ തകർക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. മുഹമ്മദ് ഏതെല്ലാ രീതിയിൽ ഇവിടെ പ്രബോധനം നടത്തിയാൽ അതൊന്നും ഞാൻ വിജയിപ്പിക്കില്ല എന്ന അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെതിരെ ആദ്യമായി ഉറഞ്ഞു തുള്ളിയതാകുന്ന മനുഷ്യനാകുന്ന അബൂലഹബിനെതിരെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബേ, നിന്റെ ജീവിതത്തിൽ നീ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യവും സന്താനവും നിനക്കൊരിക്കലും തന്നെ ഐശ്വര്യം ഉണ്ടാക്കുകയില്ല. അതൊക്കെ തകർച്ചയിലേക്ക് എറിയപ്പെടുന്നതാണ്. തീർന്നില്ല. സയസ്ലാ നാറൻ ذات لهب. റസൂലുള്ളാഹിക്കെതിരെ ശാപവാക്ക് പറഞ്ഞവനെ ശപിക്കുക മാത്രമല്ല അല്ലാഹു ചെയ്തത്, അല്ലാഹുവിന്റെ റസൂലാകുന്ന പ്രവാചകരോടുള്ള ഇഷ്ടവും അനുരാഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ പഠിപ്പിക്കുകയാണ്. ആ പ്രവാചകരോട് വിദ്വേഷം വെച്ച് നടക്കല്ലേ, അതൊരു സാദാസീത മനുഷ്യരാണെന്ന് മുഅ്മിനേ നീ ഒരിക്കലും പറഞ്ഞു നടക്കല്ലേ. അത്തരക്കാരുടെ മാതൃകതികളുമായി മുസ്ലിം സമുദായത്തിന്റെ ചെറുപ്പക്കാര്, സഹോദര സഹോദരിമാര് കവടവല്ലേക്ക് ഇറങ്ങിക്കൊണ്ട് വർത്തമാനം പറയാൻ പാടില്ല. റസൂലുള്ളാഹിക്ക് എതിരെ ശബ്ദിച്ചവനെ അല്ലാഹുവാണ് ശബ്ദിച്ചത്. അവനെതിൽ ആയത്ത് അല്ലാഹു ഇറക്കുകയാണ്. ലോകാവസാനം വരെ ഈ ഖുർആൻ നിലനിൽക്കും, ഈ ഖുർആൻ പാരായണം ചെയ്യപ്പെടും. അന്നൊക്കെ അബൂലഹബിനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മഗ്രിബ് നമസ്കാരത്തിൽ ഖതീബ് ഉസ്താദ് ഓതിയത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, നശിച്ചിരിക്കുന്നു എന്നുള്ള ആയത്തല്ലേ. ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും ഒന്നടങ്കം പാരായണം ചെയ്യുകയാണ്. പള്ളികളിൽ, മദ്രസകളിൽ, ദീനീ സ്ഥാപനങ്ങളിൽ, അറബി കോളേജുകളിൽ ഖുർആൻ നിലനിൽക്കുന്ന കാലഘട്ടത്തോളം അബൂലഹബിന് നാശമാണ്. എന്തേ കാരണം? ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം പ്രവാചകരെ കുറിച്ച് ആവശ്യമില്ലാത്ത വാക്ക് പറഞ്ഞു പോയതാണ്. ആ പ്രവാചകരെ നശിപ്പിക്കാൻ കയ്യിൽ ഒരു പാറക്കല്ലിന്റെ ചീലെടുത്തിട്ട് എറിയാൻ വേണ്ടി തുനിഞ്ഞവന് അല്ലാഹു ശാപവാക്ക് ചൊരിയുകയാണ്. ശപിച്ചു എന്ന് മാത്രമല്ല, വീണ്ടും അല്ലാഹു പറയുകയാണ്, ഇരുൾ മുറ്റപ്പെടുന്നതാകുന്ന, ആളി കത്തിക്കപ്പെടുന്നതാകുന്ന നരക കൊണ്ടാരത്തിലേക്ക് തീർച്ചയായിട്ടും അവനെ അല്ലാഹു വലിച്ചെറിയുന്നതാണ്.
നാറൻ ദാത ലഹബ്, ആളി കത്തിക്കപ്പെടുന്നതാകുന്ന തീക്കുണ്ടാരത്തിലേക്ക് തീർച്ചയായിട്ടും അബ്ദുൽ മുത്തലിബിന്റെ മകനാകുന്ന അബൂലഹബിനെ അല്ലാഹു കൊണ്ടുപോകുമേ. റസൂലുള്ളാഹിക്കെതിരിൽ വാക്ക് പറഞ്ഞപ്പോ അല്ലാഹു അവനെതിരിൽ ശപിച്ചു വർത്തമാനം പറഞ്ഞുവെന്ന് മാത്രമല്ല, അവനെ നരകത്തിലേക്ക് അല്ലാഹു ഇടുകയാണ്. തൗബ ചെയ്യണേ ചെറുപ്പക്കാരാ. നിന്റെ ജീവിതത്തിൽ ബിദ്അത്തിന്റെ വലാലത്തിന്റെ ആളുകൾ പറയുന്നത് കേട്ടുകൊണ്ട് റസൂലുള്ളാഹിയെ കുറിച്ച് ആവശ്യമില്ലാത്തതാകുന്ന വർത്തമാനങ്ങൾ എഴുതി വിട്ടവരല്ലേ? ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ കമന്റുകളായിട്ട് ഹറാമാകുന്ന തലത്തിലേക്ക് പരിശുദ്ധമാകുന്ന റബീഉൽ അവ്വൽ വരുമ്പോ പിശാചിന്റെ സ്വഭാവം എടുത്തുകൊണ്ട് റസൂലുള്ളാഹിക്കെതിരിൽ ഉറഞ്ഞു തുള്ളിയതാകുന്ന ആളുകളല്ലേ? ഈ പള്ളികളിലുള്ള ഉലമാക്കൾക്കൊന്നും കിതാബ് തരുന്നില്ല എന്ന് ലക്ഷക്കണക്കിന് ഉലമാക്കളെ ചീത്ത വിളിച്ചവരല്ലേ? ഉമറാക്കളെ ചീത്ത വിളിച്ചവരല്ലേ? കഴിഞ്ഞ തലമുറകൾ മുഴുവനും ശിർക്കിന്റെ വാഹകരായി പറഞ്ഞവരല്ലേ? അത്തരത്തിൽ പ്രസംഗിച്ചതാകുന്ന ആളുകളില്ലേ? തൗബ ചെയ്യണേ. ഇല്ലെങ്കിൽ അബൂലഹബിനെ കിട്ടിയതുപോലെയുള്ള നാശം അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ തരും. അത് സുനിശ്ചിതമാണ്.